ഇന്ന് നമുക്ക് കയ്യിൽ കുറച്ച് മൈലാഞ്ചി ഇട്ടുതരാന്ന് പറഞ്ഞു വന്ന അപ്പു ചെറുതായിട്ടൊന്ന് മൈലാഞ്ചി എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മൾ മൂന്നുപേരുടെ റെഡിയായി മൈലാഞ്ചി വാങ്ങിക്കാൻ വേണ്ടി പോയി. പോകുന്ന വഴിക്ക് വല്ലോ വാങ്ങിത്താന്ന് പറഞ്ഞുകൊണ്ട് അവള് പപ്സ് വാങ്ങിത്തരാന്ന് പറഞ്ഞു. പപ്സും ചായയും കൂടെ കുടിക്കാനാണ് പോയത്. പക്ഷെ ചായ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഫ്രൂട്ടി വാങ്ങി. ഈ ഇരുന്ന് ചിരിക്കുന്ന കൊച്ചാണ് കാർത്തു. ഈ ഇരുന്ന് തിന്നുന്ന ആളാണ് അപ്പു. അങ്ങനെ അവിടുത്തെ തീറ്റയൊക്കെ കഴിഞ്ഞ് പൈസ കൊടുക്കാറായപ്പോ പയ്യെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പാവം കൊച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടും കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ അതേപോലെ അതങ്ങ് വാങ്ങി. അങ്ങനെ നമ്മൾ കപ്പലണ്ടിയൊക്കെ തിന്നിട്ട് വാങ്ങാൻ പോയ സാധനവും വാങ്ങി വീട്ടിൽ പോയി. ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിലും കിട്ടിയത് വെച്ചും ഇടാന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള അടുത്ത കൺഫ്യൂഷൻ ഏത് ഡിസൈൻ ഇടുമെന്നായിരുന്നു. കുറച്ചധികം നേരം എടുത്തിട്ടായാലും ഒരെണ്ണം നമ്മൾ ഫിക്സ് ചെയ്തു. കൈ ഫുള്ളിട്ട് സെറ്റാക്കി തരാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് ക്ലാസ്സിനൊക്കെ പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടോളൂ. ഞാൻ പറഞ്ഞ ഡിസൈൻ എനിക്ക് അതേപോലെ തന്നെ കയ്യിൽ സെറ്റാക്കി ജസ്റ്റ് 2 months എന്തോ ആയിട്ടുള്ളൂ ഹെന്ന പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ഓഫറിനാണ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് 200 രൂപ മുതലാണ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ചധികം കഷ്ടപ്പെട്ട് ഞാൻ കൈ മര്യാദയ്ക്ക് വെക്കൂലായിരുന്നു. അവസാനം അവളെ നടി കിട്ടിയില്ലെന്നേ ഉള്ളൂ. കുറച്ചധികം കഷ്ടപ്പെട്ടാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ വരച്ച് സെറ്റാക്കി തന്നു. എനിക്ക് വരയ്ക്കുന്നുണ്ടപ്പോ ഡൂഡിക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവക്കും വരച്ചു കൊടുത്തു. അങ്ങനെ അവള് ഹാപ്പി. കല്യാണം, നൂലുകെട്ട്, പാല് വെച്ച് അങ്ങനെയുള്ള എല്ലാത്തരം വർക്കുകളും നമ്മുടെ കൊച്ചു ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ എന്നെ പോലെ വെറുതെ ഇരിക്കുന്നവർക്കും ഇതൊക്കെ ഇടാം. ഹെന്ന ബൈ ആപ്സ് എന്നാണ് പേജിന്റെ പേര്. അപ്പൊ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ കൊച്ചിനെ വിളിച്ചോ. അപ്പൊ ഓക്കെ.